പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുസ്ലിമിൻ്റെ 5 ആരാധന അനുഷ്ഠാനങ്ങളിൽ സുപ്രധാനമാണ് സക്കാത്ത്. ഓരോ മുഅ്മിനും മുഅ്മിനത്തിനുമുള്ള നിർബന്ധമായ ഇബാദത്ത്. 82 തവണയാണ് ഖുർആനിൽ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിലെ എല്ലാ ആരാധനാനുഷ്ഠാനങ്ങളും ദൈവിക പ്രധാനമായതുപോലെ തന്നെ സാമൂഹിക ഉള്ളടക്കവും കൂടി ഉള്ളതാണ്. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് സക്കാത്ത്. നിങ്ങളുടെ കൈവശമിരിക്കുന്ന മിച്ചമുള്ള സമ്പത്തിൽ നിന്ന് മിച്ചമില്ലാത്ത അതിൻ്റെ അവകാശിക്ക് നൽകണമെന്നത് സമ്പത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. സമ്പത്തിൻ്റെ ഉടമസ്ഥത വ്യക്തികൾക്കോ സമൂഹത്തിനോ എന്ന ചർച്ചയ്ക്കിടെ അതിൻ്റെ ഉടമസ്ഥത അള്ളാഹു ഏറ്റെടുത്തുകൊണ്ട് ഖലീഫത്തുള്ളയായ മനുഷ്യനെ അത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ സമ്പത്ത് എങ്ങനെ സമ്പാദിക്കണമെന്നും ചിലവഴിക്കണമെന്നും അള്ളാഹു തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗം കൂടിയാണ് സക്കാത്ത് നൽകാൻ നിർബന്ധിതനാകുന്നത്. നിങ്ങളുടെ കൈവശമിരിക്കുന്ന എൻ്റെ സമ്പത്തുണ്ടല്ലോ, അത് അതിൽ നിന്ന് മിച്ചം വന്നത് അതിൻ്റെ അവകാശിക്ക് നൽകുക എന്നുള്ളത് എനിക്കുള്ള നിർബന്ധ ഇബാദത്താണ്. നിസാബ് തികയുക എന്നതാണ് അതിനുള്ള ഉപാധി. വർഷവും കണക്കും തികഞ്ഞാൽ അത് നൽകാൻ, സക്കാത്ത് നൽകാൻ ഓരോ വ്യക്തിയും കടപ്പെട്ടിരിക്കുന്നു. ലോകം ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക അസമത്വങ്ങളുടെ മുഖ്യ കാരണം ധനം ആരുടേതെന്നും അത് ആർക്കെന്നും തിരിച്ചറിയപ്പെടാതെ പോയതാണ്. എൻ്റേതെന്ന തോന്നൽ, ഞാൻ മാത്രം സമ്പന്നനാവാനുള്ള മാർഗങ്ങൾ, അത് എങ്ങനെ വേണമെങ്കിലും സമ്പാദിക്കാനും ചെലവഴിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ തേടി. സമ്പത്തിനെ വെറും ഭൗതിക വസ്തുവായി കണ്ട് വ്യക്തികളും സമൂഹങ്ങളും സ്വതന്ത്രമായി കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇച്ഛകളും താല്പര്യങ്ങളും സ്വാർത്ഥതകളും സ്വാധീനിക്കപ്പെടുകയും പലർക്കും പലതും തടയപ്പെടുകയും ചിലർക്ക് മാത്രം നേട്ടം കൈവരിക്കുവാനുമുള്ള ഇടവരും. മനുഷ്യൻ്റെ ഉടമസ്ഥത വിലക്കിയിട്ട് പരസ്പര സംരക്ഷണത്തിൻ്റെ ദൈവികമായ കാവലാക്കി സമ്പത്തിനെ ഇസ്ലാം മാറ്റി. അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സാമൂഹിക ചുറ്റുപാടിൻ്റെ വളർച്ച കൂടി ഇസ്ലാം ഇതിലൂടെ ലക്ഷ്യമാക്കുന്നു. സാമൂഹിക പുരോഗതി ദൈവിക ആരാധനയുടെയും ദൈവിക സ്നേഹത്തിൻ്റെയും ഭാഗമായി കണ്ടു. ഞാൻ സ്നേഹിക്കുന്ന സമ്പത്ത് എന്നിടത്ത് നിന്ന് സമ്പത്ത് ദൈവസ്നേഹത്തിനുള്ളതായി ദൈവമാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച് സാമൂഹിക പുരോഗതി ഉറപ്പുവരുത്തി. ഇതാണ് സക്കാത്തിൻ്റെ ജീവിത സന്ദേശം എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.